ആദ്യം മൈക്ക് കൊടുക്കണം. ടു ഹൂം ഷുഡ് ഐ ഗിവ് മൈക്ക് ഫസ്റ്റ്? രണ്ടുപേരും മൈക്ക് മേടിക്കുന്നില്ല. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പ്രത്യേകമായ ഒരു മൊമെൻ്റാണിത്. അപ്പം ഞാൻ ഒട്ടും സംസാരിക്കാൻ പ്രിപ്പയർഡായിട്ടല്ല ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായ ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. അത് എൻ്റെ ആദ്യ സിനിമയായ സെവൻത് ഡേയും ഫോറൻസിക്കും എനിക്ക് സ്പെഷ്യലാണെങ്കിലും അതിനേക്കാളും ഒരുപാട് രീതിയിൽ സ്പെഷ്യലായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ യാത്രയുമെല്ലാം. അപ്പോൾ എനിക്ക് അധികമൊന്നും സംസാരിക്കാനില്ല. ഈ സിനിമയിൽ ഇപ്പം നിങ്ങളെല്ലാം കാണുന്ന പോലെ ടൊവിനോ, വിനയറായി, തൃഷ മാം ഇവരെല്ലാം ഇവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ ടൊവിനോ 2018 തല്ലുമാലയും മിന്നൽ മുരളിയും ഒക്കെ കഴിഞ്ഞു, വിനയ് സാർ ഹനുമാൻ കഴിഞ്ഞു, തൃഷ മാം പൊന്നിയിൻ സെൽവൻ 1ഉം 2ഉം ലിയോയും ഒക്കെ കഴിഞ്ഞ് അവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഈ 3 സ്റ്റാർസ് ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത്, അത് കഥ കേട്ടപ്പോൾ മുതൽ ഇന്നത്തെ ഈ ഒരു പ്രൊമോഷൻ്റെ ഇവൻറ്റ് വരെ എല്ലാ രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്തും അവർ ഒരു 10 മാസത്തെ ഷൂട്ടിനിടയ്ക്ക് എല്ലാ കണ്ടിന്യൂറ്റിയും എല്ലാം നിർത്തി മറ്റൊരുപാട് കമ്മിറ്റ്മെൻറ്റ്സുകൾക്കിടയിലും ഞാൻ എൻ്റെയും മനസ്കാൻ്റെയും ഈ സിനിമയുടെയും കൂടെ നിന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സിനിമയുടെ വലിപ്പത്തിന് ഒരു വലിയ കാരണമാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഷമി തിലകൻ, അജിത് ചേട്ടൻ, ഒരുപാട് സ്റ്റാർസ് ഇവിടെ ഇരിക്കുന്ന ധ്രുവൻ, അർച്ചന, എല്ലാവരും ഉള്ള ഒരു എൻസെമ്പിൾ കാസ്റ്റുള്ള സിനിമയാണ് ഐഡൻറ്റിറ്റി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് സാറും ഡ്രീം ബിഗും രാജു സാറും ഒക്കെ എല്ലാ തവണയും എക്സൈറ്റഡായി സിനിമയുടെ കൂടെ നിന്നത് ഒരിക്കലും എന്നെയും മനസ്കാനെയും കണ്ടിട്ടല്ല എന്നെനിക്കറിയാം. അത് ഇതിനു മുമ്പ് സംസാരിച്ച പോലെ ഈ സിനിമയുടെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ മുഴുവൻ സിനിമ കണ്ടിട്ടാണ്. അതിന് പിന്നിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എൻ്റെ ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതാണ് അതിന് കാരണം. അവരുടെ എല്ലാവരുടെയും പേരുകൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡിയർ ബ്രദർ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ചമൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ജെയ്ക്സ് ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന മേക്കപ്പ് പ്രോണക്സ് ഗായത്രി, ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായി നിന്ന എല്ലാവരും, ജോബ്, എല്ലാവരും, നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ടീസർ ലോഞ്ചിൻ്റെ ഇവൻ്റ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമയുടെ കൂടെ ഇത്രയും ക്യാമറകളും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എടുത്ത എഫേർട്ടിൻ്റെയും ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഞാൻ മറന്നുപോയി, യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, എല്ലാവരും ഇതിൻ്റെ സൗണ്ട് ചെയ്യുന്ന രാധാകൃഷ്ണൻ സാർ, അവർ ഇന്നലെയും പുഷ്പയുടെ ഇടയ്ക്കും ഐഡൻറ്റിറ്റിയുടെ ടീസർ മിക്സ് ചെയ്ത് എനിക്ക് തന്ന ആളുകളാണ്. അതുപോലെ സച്ചിൻ സുധാകർ, ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ സിനിമ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സോ അവരും കൂടി എല്ലാ രീതിയിലും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഇവൻ്റാണിത്. അവർക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഇതാണ്. ഈ സിനിമ ജനുവരി ആദ്യ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പറയാൻ മറന്നുപോയി, ആൻഡ്രൂ മൈൻസ്റ്റീൻ, എൻ്റെ ഒരു 1000ഓളം CG ഷോട്ടുകൾ അവരാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ടാലൻറ്റ് ഓഡിയൻസ് കാണാൻ പോകുന്ന ഈ ജനുവരി ആദ്യ ആഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിലെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ പറയാൻ അവസാനത്തേക്ക് ബാക്കി വെച്ചത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഈ സിനിമയുടെ കഥ ആദ്യമായി പറയുന്ന സമയം മുതൽ വിശ്വസിച്ച് എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജു സാർ എന്നും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെ കണ്ട് ഈ സിനിമയുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കാൻ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 4 ദിവസം മുൻപാണ് ഞാൻ CJ റോയ് സാറിനെ ടൊവിനോ പറഞ്ഞതിൻ്റെ ഭാഗമായി ബാംഗ്ലൂർ പോയി കാണുന്നത്. അന്ന് എന്നെ ഒന്നും ഒട്ടും ട്രാവൽ ചെയ്യിപ്പിക്കാതെ ബാംഗ്ലൂരിൽ നിന്ന് തൊട്ടടുത്ത്, നിങ്ങൾ കൊച്ചിയിലേക്ക് വരണ്ട, ബാംഗ്ലൂർ നമുക്ക് കാണാമെന്ന് പറയുകയും ഫ്യൂ സിനിമ കണ്ട് 1 മണിക്കൂറിൽ ഇൻട്രാക്ഷൻ കൊണ്ട് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ ഭാഗമാകാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കാണിച്ചത് വളരെ വലിയൊരു ധൈര്യമാണ്, വളരെ വലിയൊരു പിന്തുണയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഈ സിനിമ എത്തിയിരിക്കുന്നത് എനിക്കറിയാം അതിൻ്റെ തുക എത്രയാണെന്ന്. ഒരു മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തുക സിനിമ മുഴുവൻ കണ്ട് ഡ്രീം ബിഗും ശ്രീ ഗോകുലവും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഇത്രയും അഭിമാനത്തോടെ, ഇത്രയും സന്തോഷത്തോടെ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എൻ്റെ കൂടെ നിന്ന ഈ യാത്രയിൽ കഴിഞ്ഞൊരു 1.5 വർഷത്തെ ഷൂട്ടിനുമിടയ്ക്ക് നിന്ന എല്ലാ ആളുകളെയും, ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് വളരെയധികം ആലോചനയുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എല്ലാ ആളുകളെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ എക്സൈറ്റഡായി ജാനുവരി ആദ്യ ആഴ്ചയിലെ ഐഡൻറ്റിറ്റിയുടെ റിലീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ടീസർ നിങ്ങൾ എന്താണോ കണ്ടത് ആ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റും ജാനുവരി ആദ്യ ആഴ്ച. താങ്ക് യു സോ മച്ച്. നമസ്കാരം.
അഖിൽ പറഞ്ഞ പോലെ ഇതൊരു യുണീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. ഇത് ഫോറൻസിക്കിനെക്കാട്ടിലും എന്തുകൊണ്ടും സ്കെയിലിലും സ്കോപ്പിലും അംബിഷനിലും വളരെ വലിയൊരു ചലച്ചിത്രമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് റിയലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരുടെയും പേരുകൾ അഖിൽ ഓൾറെഡി പറഞ്ഞു. ഒരു അമേസിങ് ടീം. അപ്പോൾ അതിലെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രാജമല്യൻ സർ, ഡോക്ടർ റോയ് സി ജെ, പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ കാസ്റ്റ് ടോബി, വിനയ് സർ, തൃഷ, എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ബാക്കി നമുക്കിനി സ്ക്രീനിൽ കാണാം. ആൻഡ് താങ്ക് യു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഈ ഇവൻറ്റിലേക്ക് ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, എൻ്റേതായ രീതിയിൽ ഈ സിനിമയുടെ ക്രൂ മെമ്പർ അല്ലാതെ. എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ഷിബുചേട്ടനും രാജുവേട്ടനുമാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞാനൊരു നീല വയലറ്റ് പേപ്പറിൽ സ്ക്രിപ്റ്റുമായി വന്ന സമയത്ത് എന്നെ വിശ്വസിച്ചത്. നിങ്ങൾ 10 വർഷം മുമ്പ് കാണിച്ച വിശ്വാസമാണ് എന്നെ ഇവിടെ നിർത്തിയത്. സോ ഇവൻറ്റിലേക്ക് ഞാൻ ക്ഷണിച്ച എൻ്റെ ഒരേ ഒരു അതിഥി ഷിബുചേട്ട. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. സ്റ്റേജിൽ നിന്ന് വേഗം ഇറങ്ങി പോകാനുള്ള ധൃതിയിലാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോറൻസിക് വിനോ ത്രില്ലർ ടൈപ്പ് ഓഫ് മൂവിയാണ്. അഗെയിൻ ഇതും നമുക്ക് ആ ഒരു ജോണർ തന്നെയാണ് റിഫ്ലക്റ്റ് ആയി കിട്ടുന്നത്. വൈ യു ആർ ഒബ്സെസ്ഡ് വിത്ത് ത്രില്ലേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്? എല്ലാ കാലത്തും എനിക്കും എനസ്കാനും കോളേജ് മുതലേ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും. ഇപ്പോൾ ഫോറൻസിക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ചൈൽഡ് സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, ഡബിൾ DNA ഉണ്ടായിരുന്നു, ടച്ച് DNA ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒറിജിനൽ എലമെൻറ്റുകൾ ഞങ്ങളെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ബീങ് ഫിലിം മേക്കേഴ്സ് ഞങ്ങൾക്കത് വളരെ വലിയ പ്രചോദനമാണ്. ഈ ഒരു 1.5 വർഷം ഇത്രയും വലിയൊരു ജേണി ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം തോന്നുന്ന ആ 1-2 എലമെൻറ്റുകളാണ്. ഞങ്ങളതിനെ ഒറിജിനൽ ഐഡിയാസ് എന്നാണ് ഞങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുന്നത്. അതുപോലെ 1-2 ഐഡിയകളാണ് ഈ സിനിമയുടെ. ഞാനൊരിക്കലും ഈ സിനിമയുടെ ഔട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ ഈ ജേണി ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ പോലും എനിക്ക് ആ ജേണി അങ്ങനെ അത്രയും ഓർത്തിരിക്കുന്ന ഒന്നല്ല. എങ്കിൽ പോലും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ഒറിജിനൽ ഐഡിയാസ് ഒരു സിനിമയാക്കി വന്ന് ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പണ്ട് ഞാൻ എൻ്റെ നാട്ടിലും അനസ്കാനും ഞാനും കൊല്ലത്തുമൊക്കെ തിയേറ്ററിൽ പോയ പോലെ ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ആ ഒറിജിനൽ ഐഡിയയുടെ ഏറ്റവും മികച്ചൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവും, അയാൾ കൈയടിക്കും, അയാൾ തിരിച്ചു പോയി കുറച്ച് പേരോട് പറയും എന്ന് പറയുന്ന ആ ഒരു സാധനം ഞങ്ങൾക്ക് തരുന്നൊരു സന്തോഷം ജീവിതത്തിൽ മറ്റൊന്നും തരാറില്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ചെറിയ നുറുങ്ങ് ഐഡിയകളും നുറുങ്ങ് പരിപാടികളായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.